വെള്ളാപ്പള്ളിയുടെ വർഗീയ പരാമർശം വലിയ തിരിച്ചടിയായി തന്നെയാണ് അതാണ് ഞാൻ പറഞ്ഞത്. ഈ ജനങ്ങൾക്ക് കഴിഞ്ഞ 10 വർഷത്തെ സുദീർഘമായ ഭരണത്തിന് കീഴിൽ ഉണ്ടാക്കി കൊടുത്ത വികസനങ്ങളെക്കുറിച്ചോ ജനക്ഷേമ പദ്ധതികളെക്കുറിച്ചോ പറയാനില്ലാത്തതുകൊണ്ട് ജനങ്ങളെ വിഭാഗീയമായി ചിന്തിപ്പിക്കുക, അവർക്കിടയിൽ വിദ്വേഷം ഉണ്ടാക്കുക, യാഥാർത്ഥ്യവുമായി പുലബന്ധം പോലുമില്ലാത്ത ജൽപ്പനങ്ങൾ നടത്തിക്കുക, അങ്ങനെ നടത്തുന്ന ആളുകളെ കൈപിടിച്ച് ആദരിച്ച് കൂടെ കൊണ്ട് നടക്കുക, പ്രോത്സാഹിപ്പിക്കുക. ഇതൊക്കെ LDF ചെയ്തു എന്ന് മതേതര കേരളം ഉറപ്പിച്ചു കഴിഞ്ഞതാണ് ഈ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടിക്കൊരു പ്രധാന കാരണം. ഈ തെരഞ്ഞെടുപ്പ് ക്യാമ്പയിനിൽ LDF സ്ഥിരമായിട്ട് എപ്പോൾ മുഖ്യമന്ത്രി 2 സ്ഥലത്തും ബാക്കി എല്ലാ പാർട്ടി സെക്രട്ടറി അടക്കമുള്ളവർ ജമാഅത്തെ ഇസ്ലാമി പറയുന്നു. അത് അവർക്ക് തിരിച്ചടിച്ചു, അല്ലെങ്കിൽ മറ്റൊരു ഏകീകരണം മറ്റേ സൈഡിൽ ഉണ്ടായി BJPക്ക് നേട്ടമായി എന്നൊക്കെ വിലയിരുത്തുന്നുണ്ടോ? അതല്ല ഉണ്ടായത്. അവർ ഈ വെൽഫെയർ പാർട്ടിയുടെ ആരോപണം, വെൽഫെയർ പാർട്ടി എന്ന് പറഞ്ഞില്ല, അവർ പറഞ്ഞ ജമാഅത്തെ ഇസ്ലാമിയുമായി UDF യാതൊരു ബന്ധമുണ്ടായിട്ടില്ല. ജമാഅത്തെ ഇസ്ലാമിക്ക് വെൽഫെയർ പാർട്ടി ഇല്ലാത്ത കാലത്ത് ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധമുണ്ടാക്കിയത് LDF ആണ്. അവരുമായി 3 പതിറ്റാണ്ട് കാലത്തോളം സുദീർഘമായ ബന്ധം ജമാഅത്തെ ഇസ്ലാമിയുമായും പിന്നീട് വെൽഫെയർ പാർട്ടിയുമായും മാർക്സിസ്റ്റ് പാർട്ടി ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൽ തന്നെ പലയിടത്തും വെൽഫെയർ പാർട്ടിയുമായി LDF ബന്ധമുണ്ടാക്കിയിട്ടുണ്ട്. ശംസുദ്ദീൻ MLA മണ്ണാർക്കാടിൻ്റെ MLA ആണ്. ആ മണ്ണാർക്കാട് മണ്ഡലത്തിൽ വെൽഫെയർ പാർട്ടിയുമായാണ് LDF CPM സഖ്യം ചെയ്തത്. അവിടെ ഒരു വാർഡിൽ, 1-ാം വാർഡിൽ പാർട്ടി സ്ഥാനാർത്ഥി കിട്ടിയത് 1 വോട്ടാണ്. മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഔദ്യോഗിക സ്ഥാനാർത്ഥിക്ക് 1 വോട്ടാണ്. വെൽഫെയർ പാർട്ടിക്ക് ലോകത്തെങ്ങുന്നില്ലാത്തൊരു വോട്ട് അവിടെ കിട്ടുകയും ചെയ്തു. 2 പേരും തോറ്റു, ജയിച്ചത് UDF ആണ്. എന്നാൽ പോലും അവിടെ വെൽഫെയർ പാർട്ടിയായിട്ടുണ്ടാക്കി. കാസർഗോഡ് ജില്ലയിൽ മൊഗരാൽ പുത്തൂർ പഞ്ചായത്ത് അടക്കമുള്ള ഒരുപാട് സ്ഥലങ്ങളിൽ SDP-യുമായി സഖ്യം ഉണ്ടാക്കി. മലപ്പുറം ജില്ലയിൽ മൊത്തത്തിൽ PDP-യുമായി സഹകരിച്ചാണ് പ്രവർത്തിച്ച് മുഴുവൻ. അത്യാവശ്യം അവർ ജയിച്ച 1-2 വാർഡുകളിൽ PDP-യുടെ കൊടിയും CPM-ൻ്റെ കൊടിയും ഒരുമിച്ച് കെട്ടിയിട്ടാണ് പ്രകടനം പോയത്. ഞങ്ങൾ ഫോട്ടോ എടുത്ത് വെച്ചിട്ടൊക്കെ. അപ്പോൾ SDP-യുമായും PDP-യുമായും വെൽഫെയർ പാർട്ടിയുമായൊക്കെ തരാതരം സഖ്യങ്ങളുണ്ടാക്കി, മുന്നണി ഉണ്ടാക്കി, വോട്ട് വാങ്ങി മത്സരിച്ച LDF വെൽഫെയർ പാർട്ടിയുടെ പേര് പറഞ്ഞ് ഞങ്ങളെ ആക്രമിക്കാനുള്ള ശ്രമം നടത്തി. ഉത്ബുദ്ധരായ കേരളീയ ജനത അത് മനസ്സിലാക്കി എന്നതാണ് സത്യം.